ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 6G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ട് സെൽഫ് സ്റ്റാർട്ട് വർക്കിംഗ് അല്ലായിരുന്നു, അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. നമ്മൾ ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള ബാറ്ററിയാണ് കേട്ടോ ആമറോണിൻ്റെ. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. B6 മോഡലിന് 2 കേബിളാണ് വരെ, അപ്പോൾ ആ കേബിളും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതതിൻ്റെ മാറ്റിയാണ് കേബിളാണ് കേട്ടോ, പുതിയ കേബിൾ സെറ്റ് ചെയ്തതാണ്. ഇതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ഉള്ള കേബിൾ കേട്ടോ. അതിന് 2 കേബിളാണ് വരാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കംപ്ലയിൻ്റ് ആയാൽ പോലും മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടി സെറ്റായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് ബോഡിയൊക്കെ അത്യാവശ്യം അഴിച്ചാൽ തന്നെയാണ് മാറ്റാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഒക്കെ ഉള്ളിക്കടെ കേബിൾ ലോക്ക് ചെയ്താണ് പോയേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി അഴിച്ചാലാണ് നമുക്കത് മാറ്റാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 2 വർക്കാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്ററി ഡേസാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ ഈ ആക്സിലേറ്റർ കേബിൾ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് സ്റ്റക്കായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 2 വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.